ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ദീർഘിപ്പിച്ചത്. കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 19ലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിയ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ജിബിൻ JB വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീട്ടി മറ്റേ കേസിൽ കൂടി പ്രതിയാകാൻ പോവുകയാണ്. 2 കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ തന്ത്രി. ഇനി പത്മകുമാറിന്റെ റിമാൻഡ് നീട്ടാനുള്ള കാരണം എന്താണ്? ഈ തന്ത്രിക്കൊപ്പമൊക്കെ ഇരുത്തിയുള്ളൊരു ചോദ്യം ചെയ്യലിന് സാധ്യതയുണ്ടോ? ആര്യ തന്നെയാണ് കാരണം. തന്ത്രിയുടെ പേരിൽ, അതായത് തന്ത്രി അന്ന് അറസ്റ്റ് ചെയ്തത് കട്ടിളപ്പാളി കേസിലാണ്. കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിലാണ് തന്ത്രിയുടെ അറസ്റ്റ് അന്ന് രേഖപ്പെടുത്തിയത്. പക്ഷേ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കൂടി കടത്തിയ കേസിൽ കൂടി തന്ത്രിയെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഈ രണ്ടും കൊണ്ടുപോയത് തന്ത്രിയുടെ അറിവോട് കൂടിയായിരുന്നു. കാരണം തന്ത്രി ഈ ഒരു രേഖയിൽ തന്ത്രിയുടെ അതായത് പത്മകുമാറിൻ്റെയോ മറ്റുള്ളവരുടെ നിർദ്ദേശം മാത്രമല്ല, തന്ത്രി ഇത് രേഖാമൂലം ശരിവെച്ചത് കൊണ്ട് മാത്രമാണ് കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയും ഒക്കെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകാൻ അനുമതി ലഭിച്ചത്. അതുകൊണ്ട് തന്ത്രിയെ കൂടി ഈ 2 കേസിലും പ്രതി ചേർക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് കൂടി എത്രയും വേഗം രേഖപ്പെടുത്തണമെന്നും കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൂടി 19-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. ഇന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. മാത്രമല്ല കസ്റ്റഡി അപേക്ഷയും ഇന്നാണ് നൽകിയിരുന്നത്. പക്ഷേ അതായത് ഈ 2ാമത്തെ കേസിൽ കൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റിന് നിർദ്ദേശിച്ചത് കൊണ്ട് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 19-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അദ്ദേഹത്തെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ 14 ദിവസത്തേക്ക് കൂടി, അതായത് ഈ മാസം 27-ാം തീയതി വരെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധിയും കൂടി കോടതി നീട്ടിയിരിക്കുകയാണ്. കാരണം ഇവരെ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഈ കേസിൽ ഉണ്ട് എന്ന് തന്നെയാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘവും വിലയിരുത്തിയിരിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും പത്മകുമാറിനെയും വാസുവിനെയും എല്ലാം എല്ലാ പ്രതികളെയും ഒന്നിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. എങ്ങനെ മാത്രം ഈ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഉത്തരം ലഭിക്കുകയുള്ളൂ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ആര്യ, ശരി.